അങ്ങനെ എൻ്റെ റണ്ണിങ് ജീവിതത്തിലെ രണ്ടാമത്തെ ബോങ്കിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്താണ് ബോങ്കിങ് എന്ന് നിങ്ങൾക്കറിയാമോ? ബോങ്കിങ് അഥവാ ഹിറ്റിംഗ് ദ വോൾ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മതിലിടിക്കുന്ന അവസ്ഥയാണ്. സോ ഇന്ന് ഞാൻ 10 കിലോമീറ്റർ ഓടണമെന്ന് പറയുന്ന റണ്ണ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 2-3 കിലോമീറ്റർ ഒന്നും വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എനർജി പയ്യെ ഡ്രോപ്പ് ആവാൻ തുടങ്ങി. ഒരു 7.5 കിലോമീറ്ററിൽ റണ്ണ് നിർത്തേണ്ടിരുന്നു. കാരണം എനിക്ക് കാലിൽ അത്രയും വെയിറ്റ് തോന്നി, എനിക്ക് ഓടാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ റണ്ണ് ബോങ്കാവാനുള്ള മെയിൻ റീസൺ ഒന്ന് ഞാൻ ഇട്ടേക്കുന്ന റെയിൻകോട്ടാണ്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ റെയിൻകോട്ട് ഇട്ട് പോകാൻ, വെറുതെ മഴ നനഞ്ഞ് തണുക്കണ്ടല്ലോ. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പനിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ വേർക്കുന്നതിനെക്കാട്ടി ഒരുപാട് വേർത്തു ഈ സാധനം ഇട്ട് ഓടിയപ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി. ഇലക്ട്രോലൈറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയി. സോ എനിക്ക് നേരെ പ്രോപ്പറായിട്ട് റണ്ണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഞാൻ 7.5 കിലോമീറ്ററിൽ നിർത്തിയത്. പിന്നെ ബോങ്കാവാനുള്ള രണ്ടാമത്തെ റീസൺ വളരെ ബിഗിനർ മിസ്റ്റേക്കാണ്. ഞാൻ എൻ്റെ റണ്ണ് തുടങ്ങിയ സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് ഓടുന്നതിൻ്റെ ആവശ്യത്തിൽ ആദ്യത്തെ ഒരു 2-3 കിലോമീറ്റർ നല്ല ഇൻറ്റൻസിറ്റിയിൽ ഓടി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓടാനുള്ള എനർജി ഇല്ലായിരുന്നു. സോ നിങ്ങൾ ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് റണ്ണിങ്ങിലോട്ട് വരാണെങ്കിൽ ഞാൻ ചെയ്ത ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഫസ്റ്റത്തെ 2-3 കിലോമീറ്റർ ഈസി ആയിട്ട് ഓടിയതിന് ശേഷം മാത്രം ഇൻറ്റൻസിറ്റി കൂട്ടുക. എനിക്കിത് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ആ ഒരു ആവേശത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാ റണ്ണും ബോങ്കാവാനുള്ള ചാൻസ് ഉള്ള റൺസാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം എല്ലാ റണ്ണും പോകാൻ. അയ്യോ എനിക്ക് ഓടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ലെവലിനപ്പുറം നിങ്ങൾ പുഷ് ചെയ്യാതിരിക്കുക. എനിക്കിന്ന് 7.5 കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇനി ഓടാൻ പറ്റില്ല. ഞാൻ അപ്പോൾ തന്നെ റണ്ണ് നിർത്തി. 10 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യേണ്ട റണ്ണായിരുന്നു, പക്ഷേ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാരണം അങ്ങനെ നമ്മൾ പുഷ് ചെയ്തൊരു ഇഞ്ചറിയിലോട്ട് പോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും ഇല്ല. സോ നിങ്ങളുടെ ബോഡിയുടെ ലിമിറ്റ്സ് അറിയുക. നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല എന്ന് 100% ഉറപ്പായ നിങ്ങൾ റണ്ണ് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് നടക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിച്ച് പിക്ക് ചെയ്യുക. ഞാൻ നടന്നാൽ വന്ന ബാക്കി 2.5 കിലോമീറ്റർ 10 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തു. കാരണം 7.5 കിലോമീറ്റർ ഓടി 2.5 കിലോമീറ്റർ നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബോങ്കിങ്ങിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.